നമസ്കാരം, ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സ് 12 മത്സരങ്ങളാണ് ഈ സീസണിൽ കളിച്ചത്. അതിൽ വെറും 3 മാത്രമേ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ 9 മത്സരത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് സ്വന്തമായിട്ട് ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ടീമിലെ ചില കളിക്കാർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും എല്ലാ ആരാധകരുടെയും ഹൃദയം കീഴടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സീസണിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച 3 കളിക്കാരാണ് പ്രധാനമായിട്ടും സീസണിൽ ടീം മാനേജ്മെന്റിന്റെ വലിയ കണ്ടെത്തൽ. അതിൽ മൂന്നാമതുള്ളത് നൂർ അഹമ്മദാണ്. 2025 IPL ചെന്നൈ സൂപ്പർ കിങ്സിനായി അഫ്ഗാൻ യുവ സ്പിന്നർ നൂർ അഹമ്മദ് മികച്ച പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. സീസണിൽ 12 മത്സരത്തിൽ നിന്നും 17 മുകളിൽ ശരാശരിയിൽ 20 വിക്കറ്റുകൾ നൂർ അഹമ്മദ് വീഴ്ത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയും അദ്ദേഹം 4 വിക്കറ്റ് നേട്ടം കൈവരിച്ചിട്ടുണ്ട്. മധ്യ ഓവറുകളിൽ മാത്രമല്ല, ഡെത്ത് ഓവറുകളിലും നൂർ അഹമ്മദ് മികച്ച രീതിയിൽ തന്നെയാണ് പന്തെറിഞ്ഞത്. IPLന്റെ മെഗാലയത്തിൽ 10 കോടി രൂപയ്ക്കാണ് നൂർ അഹമ്മദിനെ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ടീമിലേക്ക് എത്തിച്ചത്. രണ്ടാമതുള്ളത് ഡെവാൾഡ് ബ്രെവിസ് ആണ്. പരിക്കേറ്റ ഗുർബാനി സിംഗിന് പകരം ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻ ഡെവാൾഡ് ബ്രെവിസിനെ ചെന്നൈ സൂപ്പർ കിങ്സ് സ്വന്തമാക്കിയിരുന്നു. താരം മുമ്പ് 2022-24 സീസണുകളിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. IPLലെ തന്റെ ആദ്യ മത്സരത്തിൽ ഡെവാൾഡ് ബ്രെവിസ് 42 റൺസ് നേടിയെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ 32 റൺസിന്റെ വിലപ്പെട്ട ഇന്നിംഗ്സാണ് കളിച്ചത്. ഇത് മാത്രമല്ല, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 25 പന്തിൽ 52 റൺസ് നേടിയ ഈ യുവതാരം മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് തന്നെയാണ് കളിച്ചത്. 2025 SA20 ലീഗിൽ ഡെവാൾഡ് ബ്രെവിസ് 10 മാച്ചിൽ നിന്നും 291 റൺസാണ് നേടിയത്. ഒന്നാമതുള്ളത് ആയുഷ് മാത്രയാണ്. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിന് പകരം ആയുഷ് മാത്രയെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ സീസണിൽ ചെന്നൈ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ഋതുരാജ്. എന്നാൽ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതിനു ശേഷം ചെന്നൈ സൂപ്പർ കിങ്സ് വീണ്ടും മഹേന്ദ്ര സിംഗ് ധോണിയെ അവരുടെ ടീമിന്റെ ക്യാപ്റ്റനായി നിയമിക്കുകയും ചെയ്തിരുന്നു. തന്റെ IPL അരങ്ങേറ്റത്തിൽ ആയുഷ് മാത്രെ 15 പന്തിൽ 32 റൺസ് നേടി ചെന്നൈ സൂപ്പർ കിങ്സിന് മികച്ച തുടക്കമാണ് നൽകിയത്. ആയുഷ് മാത്രെ 5 മത്സരത്തിൽ നിന്നും 181 എന്ന സ്ട്രൈക്ക് റേറ്റിൽ 163 റൺസാണ് നേടിയത്. RCBക്കെതിരെ 48 പന്തിൽ 94 റൺസ് നേടിയ മികച്ച ഇന്നിംഗ്സിലൂടെ അദ്ദേഹം വാർത്തകളിലൊക്കെ ഇടം നേടിയിരുന്നു.